KT ജലീൽ MLA ഈ റമദാൻ വ്രതകാലത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാനിടയായി. പ്രസക്തമാണ്. കാര്യം ന്യൂനപക്ഷങ്ങൾ ഏറെ വേട്ടയാടപ്പെടുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതും ആ മതത്തിലുള്ളവർ തന്നെ. എന്തുകൊണ്ടെന്നാൽ ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാറുകാരും ക്രിസംഗി ടീംസെല്ലാം അതിനുള്ളിൽ ചിലർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ ഈ സമൂഹത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം അത് പലപ്പോഴും വിസ്മരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ അതേ മതവിഭാഗത്തിൽ നിന്ന് അതിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നില്ല. അതുകൊണ്ടാണ് KT ജലീലിൻ്റെ ഈ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. കാര്യം എന്തിനേയും നവീകരിക്കേണ്ടത് സ്വയം വിമർശനത്തിലൂടെയാണ്. ആ സ്വയം വിമർശനം പലപ്പോഴും പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ശബ്ദമുയരുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കേസുകളിലും എന്തുകൊണ്ട് ന്യൂനപക്ഷക്കാർ കൃത്യമായി പ്രതിചേർക്കപ്പെടുന്നു എന്നും ചെറുതിലെ മുതൽ മതപഠനശാലകളിൽ അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടും എന്തുകൊണ്ട് അവരിൽ കുറ്റകൃത്യ പ്രവണത ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ചോദ്യം അത് വളരെ പ്രാധാന്യമേറിയതെന്ന് അടിവരയിട്ട് പറയേണ്ടി വരികയാണ്. 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു പ്രസംഗമാണ് കേൾക്കാനിടയായത്. എല്ലാത്തരം ആൾക്കാരും അത് ശ്രദ്ധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിൽ ഇതേ സംഭവവികാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഞെട്ടിത്തരിച്ചിരിക്കുകയല്ല വേണ്ടത്. അതിന് മറുമരുന്ന് നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കം നടിക്കുകയല്ല, ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതിന് ഈ വാക്കുകൾ പ്രചോദനമാണ്. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കുമോ? അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവർ വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ
പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക. അതുമാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവർ? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. വയല് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയല് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നതാണ് വയല് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ പറയുന്നതിന് പുല്ലുവില പോലും കൽപ്പിക്കില്ല, പുല്ലുവില. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളും, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുമോ അത്രയും അകന്നു നിൽക്കുക. പൂർണ്ണമായിട്ടും അകന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്നു നിന്നേ പറ്റൂ. അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം, വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ വെറുതെ ചോദിച്ചു, വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പരമ്പരാഗതമായിട്ടുള്ള മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ? സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ? ഇക്കാര്യങ്ങളൊക്കെ വിസ്ഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്, കാരണം ഇതൊരു സ്വയം വിമർശനത്തിൻ്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകന്മാരായിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം നേർന്നുകൊണ്ട് ഞാൻ അവസാനം. മതങ്ങളും വിമർശിക്കപ്പെടേണ്ടതാണ്. മതങ്ങൾക്കുള്ളിൽ നടക്കുന്ന ദുഷ്പ്രവണതകളും അതും അതിനുള്ളിൽ നിന്ന് വിമർശിക്കപ്പെടുന്നില്ലെങ്കിൽ സമൂഹത്തിലേക്ക് അത് ഉയർത്തിക്കാട്ടി അതിനെ കോൺട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് ചിലപ്പോൾ നിശബ്ദമായി നിൽക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ അരികുവൽക്കരിക്കുന്നേ എന്നുള്ള നിലവിളി ഉയർത്തുന്നതിന് പകരം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ദീർഘമായ ചിന്തയുണ്ടാകണം, വീക്ഷണമുണ്ടാകണം. ലഹരി കേസുകൾ, സ്വർണ്ണക്കടത്ത് കേസുകൾ, ക്രിമിനൽ കേസുകളിലെല്ലാം മുസ്ലിം നാമധാരികൾ ഉൾപ്പെടുന്നത് ഈ നാട്ടിൽ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് അതേ മതവിഭാഗത്തിൽപ്പെട്ട നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ്. കുറച്ചുപേർ ചെയ്യുന്ന തെറ്റുകൾ, ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്ത മനുഷ്യൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ചില കുറ്റകൃത്യങ്ങളിൽ അതേ മതവിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്നു എന്നത് വീണ്ടും വീണ്ടും ആ മതവിഭാഗത്തെ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പതിയിരിക്കുന്ന ശത്രുക്കൾക്കുള്ള ആയുധമായി മാറുകയാണ്. അവിടെയാണ് KT ജലീൽ ദീർഘവീക്ഷണത്തോടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലിലൂടെ കൃത്യമായ ഒരു വിഷയത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് സമൂഹത്തിൻ്റെ മുന്നിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ആ അഡ്രസ്സ് ചെയ്തെടുത്ത് നിന്ന് അതിൻ്റെ ചർച്ച ഉയർന്നു വന്നാൽ അത് ആ മതത്തിന് തന്നെയാണ് ഗുണകരം. ആ മതത്തിനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് കൂടുതൽ വടികൾ ഇട്ടുകൊടുക്കുന്നതിനപ്പുറം ആ ഒരു തുറന്നു പറച്ചിലിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനകത്ത് അടിമുടി നവീകരണം ആവശ്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ മാറ്റി നിർത്തണം, ഒഴിവാക്കണം. 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ടോ മുടങ്ങാതെ റമദാൻ നോമ്പ് നോൽക്കുന്നതല്ലല്ലോ യഥാർത്ഥ വിശ്വാസി. അവർ പണത്തിനോടുള്ള അത്യാർത്തി ഒഴിവാക്കണം. എങ്ങനെയും കാശുണ്ടാക്കുക എന്നുള്ള പ്രത്യേകമായ താല്പര്യത്തിൽ നിന്ന് മാറി നടക്കണം. അത്തരം ആഗ്രഹങ്ങൾ ഉള്ളിൽ കടന്നു കയറുമ്പോഴാണ് ഏത് അസാൻമാർഗിക മാർഗത്തിലൂടെയും സഞ്ചരിക്കുന്നത്. അത് തടയിടാൻ വേണ്ടി ബന്ധപ്പെട്ടവരെ ഉണർത്താൻ ശക്തമായ ശബ്ദമായതിൽ അഭിനന്ദിക്കുന്നു. അത് കൃത്യമായിട്ട് കേൾക്കേണ്ടവർ കേട്ടേ മതിയാകൂ.